ഹലോ മക്കളെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റാണ്. അതാണ് സെൽഫ് ഇൻഡക്ഷൻ, അതുപോലെ സെൽഫ് ഇൻഡക്റ്റൻസ്. നമുക്ക് നോക്കാം എന്താണെന്ന്. നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ പഠിച്ചപ്പോൾ അവിടെ എത്ര കോയിൽ ഉണ്ടായിരുന്നടാ? നിങ്ങൾ പറയും സാർ 2 കോയിൽ ഉണ്ടായിരുന്നു. പ്രൈമറി കോയിൽ ഉണ്ടായിരുന്നു, സെക്കൻഡറി കോയിൽ ഉണ്ടായിരുന്നു. പക്ഷേ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്, സെൽഫ് ഒരാളേ ഉള്ളൂ. ഇൻഡക്ഷൻ മ്യൂച്വൽ 2 പേരുണ്ടായിരുന്നു. ഇവിടെ എന്താണ്? സെൽഫ് ഇൻഡക്ഷൻ. എന്താണ്? ഒരൊറ്റ കോയിൽ മാത്രമേ ഉള്ളൂ. സോ ഞാൻ ഇവിടെ ഒരു കോയിൽ എടുക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ആ കോയിൽ. ഒറ്റ കോയിൽ മാത്രമേ ഉള്ളൂ. അതിനകത്ത് n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. അതിൻ്റെ ആകെ ലെങ്ത് L ആണ്. മക്കളെ, അതിലേക്കൊരു കറണ്ട് വരാൻ പോവാടാ. അത് I1 I2 പറയേണ്ട ആവശ്യമില്ല, ഒരൊറ്റ കോയിലേ ഉള്ളൂ. സോ I എന്ന കറണ്ട് വരാൻ പോവുകയാണ്. ഇനിയാണെങ്കിൽ ഈ കറണ്ട് വേരി ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, കറണ്ട് കൂടിയോ കുറയുകയൊക്കെ ചെയ്യാം. സോ കറണ്ട് എന്ത് ചെയ്യും? വേരി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഉറപ്പായും കറണ്ട് പ്രവേശിക്കുന്നെങ്കിൽ, ഇതിലൂടെ കറണ്ട് കടന്നു പോകുന്നെങ്കിൽ ഉറപ്പായും എന്ത് ചെയ്യും? ഇത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാക്കും. ശരിയാണോ? ഇത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാക്കും. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ ബി എന്ന് വിളിക്കാൻ പോവാണ്. മാഗ്നറ്റിക് ഫീൽഡ് ബി എന്നുണ്ടാവും. മക്കളെ, ബിന്റെ വാല്യൂ എത്രയാടാ? നിങ്ങൾ പറയും സാർ അത് μ0 Ni ആണ്. ഇങ്ങനെയും പറയാം, μ0 ക്യാപിറ്റൽ N I ഡിവൈഡ് ബൈ L ആണ്. സർ, കറണ്ടിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നെങ്കിൽ ഉറപ്പായും മാഗ്നറ്റിക് ഫീൽഡും ചേഞ്ച് ചെയ്യും. ശരിയാണോ? ആര് ചേഞ്ച് ചെയ്തനുസരിച്ച്? കറണ്ട് ചേഞ്ച് ചെയ്തനുസരിച്ച്, ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ട് ചേഞ്ച് ചെയ്തനുസരിച്ച് ഉറപ്പായും ഈ മാഗ്നറ്റിക് ഫീൽഡും ചേഞ്ച് ചെയ്യും. ഓക്കെ ആണേ? അപ്പോൾ ഈ കറണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഉറപ്പായും ഈ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് മൂലമാണെങ്കിൽ ഇവിടെ ഫ്ലെക്സ് ഉണ്ടാവത്തില്ലേ മക്കളെ? ഈ മാഗ്നറ്റിക് ഫീൽഡിനെ ഇവൻ തന്നെ മുറിക്കത്തില്ലേ? ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ കോയിൽ തന്നെ മുറിക്കും. കാര്യം കോയിലാണ് ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? അവൻ തന്നെ മുറിക്കും. കണ്ടോ, ഈ കോയിൽ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യും. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും മക്കളെ? ഇവിടെ ഫ്ലക്സ് ഉണ്ടാകും. സോ ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താണ്? നിങ്ങൾ പഠിച്ചതാണ്, NAB ആണ്. സോ ഇവിടെയാണെങ്കിൽ ഫ്ലക്സ് ഉണ്ടാകും. സോ ഇവിടെ ആര് ചേഞ്ച് ചെയ്തതിന്റെ ഫലമായിട്ട്? മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്തതിന്റെ ഫലമായിട്ട് ഉറപ്പായും ആര് ചേഞ്ച് ചെയ്യും? ഫ്ലക്സ് ഉണ്ടാകും. സോ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവുന്നെങ്കിൽ ഉറപ്പായിട്ടും ആരുണ്ടാവും മക്കളെ? EMF ഉണ്ടാവും. സോ EMF which is equal to -d∅ divided by dt ആണ്. സോ ഇവിടെ എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു തന്നേ, എന്തൊക്കെ സംഭവിച്ചു? ഇവിടെയാണെങ്കിൽ കോയിലുണ്ട്. ആ കോയിലൂടെ കറണ്ട് കടന്നു പോവുകയാണ്. അപ്പോൾ ഉറപ്പായി എന്ത് ചെയ്യും? കോയിലൂടെ കറണ്ട് കടന്നു പോകുമ്പം ആ കോയിൽ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിനെ ഉണ്ടാക്കും. ഇക്വേഷൻ എന്താടാ? μ0 Ni അല്ലെങ്കിൽ μ0 N ഡിവൈഡ് ബൈ L ഇൻറ്റു I. ഇനി കറണ്ടിന്റെ വാല്യൂ വേരി ചെയ്യുമ്പോൾ ഉറപ്പായും ആരുടെ വാല്യൂ വേരി ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ വേരി ചെയ്യും. നമുക്കറിയാം, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അവിടെ ഒരു കണ്ടക്ടറിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഫീൽഡിനെ കണ്ടക്ടർ എന്ത് ചെയ്യും? കട്ട് ചെയ്യും. സോ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഭാഗത്ത് ആരെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ? ഒരു കണ്ടക്ടറിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ കണ്ടക്ടർ എന്ത് ചെയ്യും മക്കളെ? മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്തതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ഇവിടെ ഫ്ലക്സ് ഉണ്ടാവും. ശരിയാണോ? ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് പെർപെൻഡിക്കുലർ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് പെർപെൻഡിക്കുലർ ടു ദ ഏരിയ. ആ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ വിളിക്കുന്ന പേരെന്താണ്? ഫ്ലക്സ് എന്ന് പറയും. സോ ഇവ എന്ത് ചെയ്യും? ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആര് തന്നെ മുറിക്കും? ഈ കോയിൽ തന്നെ മുറിക്കും. അതിന്റെ ഫലമായിട്ട് ഫ്ലക്സ് ഉണ്ടാകും. ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താടാ? നിങ്ങൾ പറയും സാർ NAB ആണ്. N എന്ന് പറഞ്ഞാൽ ഇവന്റെ നമ്പർ ഓഫ് ടേൺസ് ആണ്. E എന്ന് പറഞ്ഞാൽ ഇവന്റെ തന്നെ ഏരിയ ആണ്. B എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സോ ബിന്റെ വാല്യൂ നമുക്കറിയാം. ബിന്റെ വാല്യൂ എത്രയാണ്? μ0 N ഡിവൈഡ് ബൈ L ഇൻറ്റു I ആണ്. അങ്ങനെയെങ്കിൽ നോക്കി, ഇവിടെയാണെങ്കിൽ ആര് മാറുന്നതനുസരിച്ച്? കറണ്ട് മാറുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് മാറും. മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നതനുസരിച്ച് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. നമുക്കറിയാം, ചേഞ്ച് ഇൻ ഫ്ലക്സ് ആരെ പ്രൊഡ്യൂസ് ചെയ്യും? ഇൻഡ്യൂസ്ഡ് EMF നെ ഉണ്ടാക്കും. സോ ഇവിടെ എന്തുണ്ടാവും മക്കളെ? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. സോ ഇവിടെയാണെങ്കിൽ ഒരു കോയിലിലെ കറണ്ട് ചേഞ്ച് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അതേ കോയിലാണെങ്കിൽ എന്ത് സെറ്റപ്പ് ചെയ്യും? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സെൽഫ് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. സെൽഫ് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ കഴിവിനെ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് വിളിക്കുന്നത്. സോ എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസ്? സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ കോയിൽ. ഒരു കോയിലിന്റെ പ്രോപ്പർട്ടിയാണ്. ബൈ വിച്ച്
ഇറ്റ് ഒപ്പോസസ് ദ എനി ചേഞ്ച് ഓഫ് കറണ്ട്. സോ കറണ്ടിൻ്റെ ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ, ഞാൻ ഒരു കറണ്ടിനെ അയക്കാൻ പോവാണ്, ആ കറണ്ട് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. അങ്ങനെ എന്ത് ചെയ്യും? ആ കറണ്ട് എന്ത് ഉണ്ടാക്കും? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കും. ഈ ഇൻഡ്യൂസ്ഡ് EMF എന്ത് ചെയ്യും? ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. നോക്ക്, ഇൻഡ്യൂസ്ഡ് EMF ആണെങ്കിൽ ചേഞ്ച് ഇൻ കറണ്ടിനെ, നോക്ക്, ചേഞ്ച് ഇൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യും. ചേഞ്ച് ഇൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്നെങ്കിൽ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യും. ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്നെങ്കിൽ ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. ശരിയാണോ? അപ്പം ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF ആണെങ്കിൽ ഇതിലൂടെ വരുന്ന ചേഞ്ച് ഇൻ കറണ്ടിനെ എന്ത് ചെയ്യും മക്കളെ? ഒപ്പോസ് ചെയ്യും. ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഇൻഡ്യൂസ്ഡ് EMF എന്തിനെ ഒപ്പോസ് ചെയ്യും? ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റ് ആണ്. ഇവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF ഈ കറണ്ടിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പറഞ്ഞു തന്നെ എന്താണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയാം സാർ സിമ്പിൾ. ഇവിടെ ഒരു കോയിലുണ്ട്. ഇവിടെ ആണെങ്കിൽ എത്ര കോയിലുണ്ട്? ഒരൊറ്റ സിംഗിൾ കോയിലുണ്ട്. ആ കോയിലൂടെ കറണ്ട് കടന്നു പോവുകയാണ്. നമുക്കറിയാം ഒരു കോയിലിലൂടെ കറണ്ട് കടന്നു പോകുന്നതിൻ്റെ ഫലമായിട്ട്, ഇവിടെയാണെങ്കിൽ ഇൻഡക്ടറിലൂടെ ഒരു കമ്പിച്ചുറ്റിലൂടെ കറണ്ട് കടന്നു പോകുന്നതിൻ്റെ ഫലമായിട്ട് കമ്പിച്ചുറ്റ് എന്തുണ്ടാക്കും മക്കളെ? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. കറണ്ട് വേരി ചെയ്യുന്നെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡ് അതേ കണ്ടക്ടർ മുറിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ എന്തുണ്ടാവും? ഇവിടെ ഫ്ലക്സ് ഉണ്ടാവും, ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവും. സോ കറണ്ട് ചേഞ്ചിൻ്റെ ഫലമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. ഫ്ലക്സ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് EMF ഉണ്ടാവും. നമുക്ക് അതിൻ്റെ ആ ഒരു പാത്ത് നോക്കാം. നമുക്ക് എന്തൊക്കെ ഞാൻ പറഞ്ഞേ? കറണ്ട് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകും? മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും മക്കളെ? ഇവിടെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്താ ഉണ്ടാവും മക്കളെ? ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ശരിയാണോ? ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. കറണ്ട് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യും. ഇക്വേഷൻ എന്താണ്? μ0 Ni അല്ലെങ്കിൽ μ0 Ni ഡിവൈഡ് ബൈ L. സോ ഈ ഇക്വേഷൻ എല്ലാത്തിനെയും വളരെ സിമ്പിളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ സോ സിമ്പിൾ, കുഞ്ഞു കാര്യങ്ങളാണ്. സോ ഇതെന്താ ഞാൻ പറഞ്ഞേ? കറണ്ട് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യും. ശരിയാണോ? കറണ്ട് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആര് ചേഞ്ച് ചെയ്യും? കണ്ട് ഈ ഇക്വേഷൻ. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആര് ചേഞ്ച് ചെയ്യും? ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. മനസ്സിലായോ? ഈ ഇക്വേഷൻ. ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആര് ചേഞ്ച് ചെയ്യും? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഫ്ലക്സ് ചെയ്യും. ഇക്വേഷൻ. ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആര് ചേഞ്ച് ചെയ്യും? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഉണ്ടോ? ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. സോ ഇവിടെയാണെങ്കിൽ ഈ ഇൻഡ്യൂസ്ഡ് EMF എന്ത് ചെയ്യും? ഈ ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. ഇൻഡ്യൂസ്ഡ് EMF ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. മനസ്സിലായോ? ഈ ഒരു പ്രോപ്പർട്ടി വിളിക്കുന്ന പേരെന്താണ്? സെൽഫ് ഇൻഡക്റ്റൻസ്. ശരി, അപ്പോൾ നോക്കി. സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ കോയിൽ ബൈ വിച്ച് ഇറ്റ് ഒപ്പോസസ് എനി ചേഞ്ച് ഇൻ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ബൈ ഇൻഡ്യൂസിങ് ആൻ EMF ഇൻ ഇറ്റ് സെൽഫ്. സോ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കിക്കൊണ്ട് കോയിൽ എന്ത് ചെയ്യും? അതിലെ കറണ്ടിനെ ചേഞ്ചിനെ പ്രതിരോധിക്കും. ഇതിനെ ആക്ച്വലി ഇനേർഷ്യ എന്ന് വിളിക്കും. ഇലക്ട്രിസിറ്റിയിലെ ഇനേർഷ്യ എന്ന് വിളിക്കും. അതെന്താണ് ഇനേർഷ്യ എന്ന് പറയുന്നത്? സോ ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോപ്പർട്ടിയാണ്, ഒരു ബോഡിയുടെ പ്രോപ്പർട്ടി. നമ്മൾ പണ്ട് പഠിച്ചതാണ്, +1 പഠിച്ചതാണ്. ഒരു ബോഡിയുടെ പ്രോപ്പർട്ടിയാണ്. അതായത് ഇവൻ്റെ ആഗ്രഹം എന്താണ്? അനങ്ങാതിരിക്കാനാണ്. നേരത്തെ എന്താണോ അവസ്ഥ ആ അവസ്ഥയിൽ തന്നെ തുടരാനാണ്. ഏതെങ്കിലും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇവിടുത്തെ മൂവ് ചെയ്യാൻ പറയുകയാണ്, അപ്പോൾ എന്ത് ചെയ്യും? ആ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്ന ആ കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അതുപോലെ ഇലക്ട്രിസിറ്റിയിലെ ഇനേർഷ്യയെ വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്റ്റൻസ്. സോ സെൽഫ് ഇൻഡക്റ്റൻസ് നമ്മൾ എല്ലാ അക്ഷരങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അത് ഇലക്ട്രിസിറ്റിയിലെ ഇനേർഷ്യയാണ്. കാരണം എന്താണ്? ഇത് മൂലമാണെങ്കിൽ ഒരു കോയിൽ എടുക്കാൻ പോവാണ്, ഞാനൊരു കോയിൽ എടുത്തു, ഈ കോയിലൂടെ കറണ്ട് കടത്തിവിട്ടു. ഈ കറണ്ടിനെ ഞാൻ ചേഞ്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കോയിൽ എന്ത് ചെയ്യും? ഈ ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യും ബൈ ഇൻഡ്യൂസിങ് ആൻ EMF. ഒരു EMF ഉണ്ടാക്കിക്കൊണ്ടാണെങ്കിൽ ഈ ചേഞ്ച് ഇൻ കറണ്ട്, ഇപ്പോൾ കറണ്ട് കുറവാണെങ്കിൽ അതിനെ കൂട്ടാൻ ശ്രമിക്കും, കറണ്ട് കുറവാണെങ്കിൽ അതിനെ കൂട്ടാൻ ശ്രമിക്കും. ഞാൻ പറയുന്ന കേട്ടിരിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് ഞാനാണെങ്കിൽ കുറച്ച് കൊണ്ടുവരാൻ പോവാണ്, അപ്പോൾ എന്ത് ചെയ്യും? ഇൻഡ്യൂസ് EMF എന്തിനു ശ്രമിക്കും? കറണ്ടിനെ കൂട്ടി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ഇനി കറണ്ട് ആണെങ്കിൽ കൂട്ടി കൊണ്ടുവരാൻ പോവുകയാണ്, അപ്പോൾ എന്ത് ചെയ്യും? ആ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യും, കറണ്ടിനെ കുറച്ച് കൊണ്ടുവരാൻ നോക്കും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF എപ്പോഴും കറണ്ടിനെ ഒപ്പോസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, ഇൻഡ്യൂസ് EMF എപ്പോഴും കറണ്ടിനെ ഒപ്പോസ് ചെയ്യല്ല ചെയ്യുന്നത്. എന്താണ് ഇൻഡ്യൂസ് EMF ചെയ്യുന്നത്? ഈ ഇൻഡ്യൂസ് EMF ഉണ്ടാകുന്നതിൻ്റെ അവൻ്റെ ധർമ്മം എന്താണ്? ഇവൻ്റെ ആവശ്യം എന്താണ്? ഇവൻ്റെ ആവശ്യം ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുക, കറണ്ടിന് ചേഞ്ച് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. മനസ്സിലായോ? സോ ചേഞ്ച് ഇൻ കറണ്ടാണ് ആരെ ഉണ്ടാക്കിയത്? ഇൻഡ്യൂസ് EMFനെ ഉണ്ടാക്കിയത്. ആ ഇൻഡ്യൂസ് EMF ആ ചേഞ്ച് ഇൻ കറണ്ട് ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കും. മനസ്സിലായോ? സോ നമ്മളെ പറഞ്ഞുതരാം, വളരെ ബേസിക് കാര്യമാണ്. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈ എൻറ്റയർ ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലാവും.
അപ്പോൾ നിങ്ങൾ പറഞ്ഞു തന്നെ എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്? നിങ്ങൾ പറയും സർ സെൽഫ് ഇൻഡക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പിച്ചിട്ടുണ്ട്, ആ കമ്പിച്ചിട്ടുള്ള സർ കറണ്ടിനെ കടത്തി വിടാൻ പോവുകയാണ്. അങ്ങനെ കറണ്ടിനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ കറണ്ടിൻ്റെ ഉണ്ടാകുന്ന ചേഞ്ച് മൂലം കറണ്ടിനെ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കറണ്ടിൻ്റെ വാല്യൂ കൂട്ടിയോ കുറയ്ക്കുകയാണോ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആണെങ്കിൽ അവിടെ എന്ത് സെറ്റപ്പ് ചെയ്യും? ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഈ ഇൻഡ്യൂസ്ഡ് EMF എന്തിനു ശ്രമിക്കും? ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യാൻ നോക്കും. ഇൻഡ്യൂസ്ഡ് EMF ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യാൻ നോക്കും. ഈ ഒരു ഫിനോമിനയെ വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. ഓക്കെ ആണോ മക്കളെ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഭംഗിയായിട്ട് സെൽഫ് ഇൻഡക്ഷൻ മനസ്സിലായി. ഓക്കെ, ശരി. അപ്പോൾ നമുക്കറിയാം സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടിയാണ്. അത് നമ്മുടെ മെക്കാനിക്സിലെ ആണെങ്കിൽ ഇനേർഷ്യ, മാസിന്റെ ഇനേർഷ്യക്ക് ഇക്വലന്റ് ആണ് ഇവിടുത്തെ ഇലക്ട്രിസിറ്റിയിലെ സെൽഫ് ഇൻഡക്റ്റൻസ്. ഇനേർഷ്യ ആണെങ്കിലും മോഷനെ ഒപ്പോസ് ചെയ്യുന്നെങ്കിൽ ഇവിടെ ആണെങ്കിൽ കറണ്ടിനെ ഒപ്പോസ് ചെയ്യും, അല്ലെങ്കിൽ കറണ്ടിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യും. ഓക്കെ ആണോ? ഇപ്പോൾ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കുകയാണ്, നിങ്ങൾ പറയുക ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണെന്ന് പറയുക. ഇൻഡ്യൂസ്ഡ് EMF ഓൾവേസ് ഒപ്പോസസ് ദ കറണ്ട്. ഇൻഡ്യൂസ്ഡ് EMF ഓൾവേസ് ഒപ്പോസസ് ദ കറണ്ട്. ശരിയാണോ തെറ്റാണ്? ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഓൾവേസ് ഒപ്പോസിങ് ദ ചേഞ്ച് ഇൻ കറണ്ട്. കറണ്ടിനെ അല്ല ഒപ്പോസ് ചെയ്യുന്നത്, ഒരു പക്ഷേ കറണ്ടിനെ സപ്പോർട്ടും ചെയ്യാം. എപ്പോഴാണ്? ഇപ്പോൾ ഞാൻ കറണ്ടിൻ്റെ വാല്യൂ കുറയ്ക്കാൻ പോവുകയാണ്, കറണ്ടിൻ്റെ വാല്യൂ കോയിലൂടെയുള്ള കറണ്ടിൻ്റെ വാല്യൂ കുറയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF പറയും ദേ കറണ്ട് കുറഞ്ഞു പോവുകയാണ്, കറണ്ടിൻ്റെ അടുത്ത് പറയും കുറയില്ലേ എന്ന് പറയും. സോ എന്ത് ചെയ്യും? ആ ഇൻഡ്യൂസ്ഡ് EMF കറണ്ടിനെ കൂട്ടാൻ ശ്രമിക്കും. മനസ്സിലായോ? കറണ്ടിനെ കൂട്ടാൻ ശ്രമിക്കും, അതായത് കറണ്ടിനെ സപ്പോർട്ട് ചെയ്യാൻ നോക്കും. അപ്പം ഇൻഡ്യൂസ്ഡ് EMF എന്തിനാണ് ഉണ്ടായെന്ന് പറഞ്ഞാൽ കറണ്ടിന് ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ കറണ്ടിന് ചേഞ്ച് ഉണ്ടാവാതിരിക്കാൻ എന്ത് വേണമോ ആ മാർഗം ആര് സ്വീകരിക്കും? ഇൻഡ്യൂസ്ഡ് EMF സ്വീകരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണ്, സെൽഫ് ഇൻഡക്ഷൻ എന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഫിനോമിന എന്താണെന്ന് ഭംഗിയായിട്ട് മനസ്സിലായിട്ടുണ്ട്. വളരെ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പിച്ചിട്ടുള്ള കറണ്ട് കടത്തി വിടുമ്പോൾ ആ കറണ്ടിനാണെങ്കിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ ഉറപ്പായിട്ടൊരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ആ ഇൻഡ്യൂസ്ഡ് EMF കറണ്ടിന് മാറ്റം വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കും. ഓക്കെ ആണോ? ശരി. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് മൂവ് ചെയ്യുകയാണ്. നോക്കൂ മക്കളെ, നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ നമ്മളുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണ്. നമുക്കറിയാം ഇവിടെ ഒരു കോയിലുണ്ടടാ, ഇതൊരു കോയിലാടാ. ഈ കോയിലാണെങ്കിൽ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ L ആണ്. അതിലൂടെ ഞാൻ I എന്ന കറണ്ടിനെ കൊണ്ട് കടത്തിവിടാൻ പോവുകയാണ്. I ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഉറപ്പായിട്ട് ഇവിടെ എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ശരിയല്ലേ? സോ എങ്ങനെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും എന്ന് വെച്ചാൽ നിങ്ങൾ പറയും സർ സിമ്പിൾ, I ഞാൻ കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ B ഉണ്ടാവും. I കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും? ഇവിടെ B ഉണ്ടാവും. ഈ B മൂലമാണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? ഫൈ ഉണ്ടാവും. ഇവിടെയാണെങ്കിൽ കറണ്ട് വേരി ചെയ്യിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ആരും ചേഞ്ച് ചെയ്യും? ആ ഫൈയും ചേഞ്ച് ചെയ്യും. സോ കൂടുതൽ കറണ്ട് സാർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ ഫ്ലക്സ് ഉണ്ടാകും. അങ്ങനെ നമുക്ക് സാറിന് ഇങ്ങനെ പറയാൻ കഴിയും. നിങ്ങൾ പറയും സർ ഫൈ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സാറിന് I എന്ന് പറഞ്ഞുകൂടെ? പറയാം. സോ ഇവിടെയാണെങ്കിൽ ഞാൻ പറയുകയാണ് ആര് കൂടുന്നതനുസരിച്ച്, കറണ്ട് കൂടുന്നതനുസരിച്ച് കൂടുതൽ ഫ്ലക്സ് ഉണ്ടാകും. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ ആണ്. സോ സിമ്പിൾ. അങ്ങനെയെങ്കിൽ പറഞ്ഞേടാ ഇവിടെയാണെങ്കിൽ ഫൈ വിച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു I എന്ന് പറഞ്ഞുകൂടെ? പറയാം മക്കളെ. ഈ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. ഇനി ഇതിൻ്റെ യൂണിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം L വിച്ച് ഈസ് ഈക്വൽ ടു ഈ I താഴെ കൊണ്ടുവരാം, നമുക്ക് കിട്ടും 5 ഡിവൈഡ് ബൈ I എന്ന് കിട്ടും. സോ യൂണിറ്റ് വെബർ ഡിവൈഡ് ബൈ ആംപിയർ എന്ന് കിട്ടും. മക്കളെ വെബർ പെർ ആംപിയറിനെ വിളിക്കുന്ന പേരാണ് ഹെൻറി. വെബർ പെർ ആംപിയറിനെ വിളിക്കുന്ന പേരെന്താണ്? ഹെൻറി. ശരി. അതായത് സെൽഫ് ഇൻഡക്റ്റൻസിനും മ്യൂച്വൽ ഇൻഡക്റ്റൻസിനും ഒരേ യൂണിറ്റ് ആണ്. സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെയും മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെയും യൂണിറ്റ് എന്താണ്? ഹെൻറി തന്നെയാണ്. നമ്മൾ പ്രാക്ടിക്കൽ യൂണിറ്റ് ആയിട്ടാണെങ്കിൽ മില്ലി ഹെൻറി, മൈക്രോ ഹെൻറി എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ കടയിലൊക്കെ പോയിട്ടാണെങ്കിൽ ഒരു കോയിൽ വാങ്ങിക്കുമ്പോൾ നമ്മൾ മില്ലി ഹെൻറിയിലാണ്, നിങ്ങൾ നോക്കിയാൽ മതി, പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മില്ലി ഹെൻറി എന്നാണ് കിടക്കുന്നത്. അപ്പം മില്ലി എന്ന് പറഞ്ഞാൽ നോക്കി ഇങ്ങനെ എഴുതും, മില്ലി ഹെൻറി എന്ന് പറഞ്ഞാൽ എന്താണ്? 10⁻³ ഹെൻറി ആണ് കേട്ടോ, മില്ലി ഹെൻറി. മൈക്രോ ഹെൻറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻6 ഹെൻറി ആണ്. ഓക്കെ, ഇതൊക്കെ പ്രാക്ടിക്കൽ യൂണിറ്റുകളാണ്. ശരി. ഇനിയാണെങ്കിൽ നമ്മുടെ ആവശ്യം എന്താണ്? നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF വേണം. നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMF എങ്ങനെ കണ്ടുപിടിക്കണേ? E വിച്ച് ഈസ് ഈക്വൽ ടു -d∅ ഡിവൈഡ് ബൈ dt ആണ്. സോ നമുക്ക് d∅ ഡിവൈഡ് ബൈ dt വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെയാണെങ്കിൽ d∅ കൊടുക്കടാ, ഇവിടെ ചേഞ്ച് കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ചേഞ്ച് ഉണ്ടാവും. സോ കറണ്ട് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആര് ചേഞ്ച് ഉണ്ടാവും? ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവും. നമുക്കറിയാവുന്ന കാര്യമാണ്. കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. ശരി. അങ്ങനെയെങ്കിൽ ഡിവൈഡ് ബൈ dt കൊടുത്തേടാ.
സോ ഡിവൈഡ് ബൈ dt കൊടുക്കുമ്പോൾ ഇവിടെയും ഡിവൈഡ് ബൈ dt കൊടുക്കേണ്ടി വരും. ഇതെന്താ മക്കളെ? ഇതെന്ന് പറഞ്ഞാൽ മൈനസ് ഇ ആണ്. ശരിയാണോ? അത് മൈനസ് ഇ വിച്ച് ഈസ് ഈക്വൽ ടു എൽ ഡി ഐ ബൈ ഡി ടി ആണ്. നമുക്ക് ഇ അല്ലേ വേണ്ടുന്നേ? ഇ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എൽ ഡി ഐ ബൈ ഡി ടി. മക്കളെ ഈ മൈനസ് സൈൻ എന്തിനെ സൂചിപ്പിക്കും? എടാ മൈനസ് സൈൻ എന്തിനെ സൂചിപ്പിക്കും? നിങ്ങൾ പറയും സാർ സിമ്പിൾ, നമ്മൾ ലെൻസസ് ലോയിൽ പഠിച്ചതാണ്. ഇവിടെയാണെങ്കിൽ ഇൻഡ്യൂസ് ഡി എം എഫ് എന്ന് പറയുന്നത് ഓൾവേസ് ഒപ്പോസസ് ആരെയാണ്? ചേഞ്ച് ഇൻ കറണ്ട്. ഇൻഡ്യൂസ് ഡി എം എഫ് ആരെ ഒപ്പോസ് ചെയ്യും? ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. ഉണ്ടോ? സോ ഇതിന്റെ മീനിങ് എന്താണ്? ഇൻഡ്യൂസ് ഡി എം എഫ് ഓൾവേസ് ഒപ്പോസസ് ആരെയാണ്? ചേഞ്ച് ഇൻ കറണ്ട്. നമ്മൾ പറഞ്ഞാണ് ഈ ഇൻഡ്യൂസ് ഡി എം എഫ് ആരെ ഒപ്പോസ് ചെയ്യും? ഇതിന്റെ ചേഞ്ചിനെ, കറണ്ടിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യും. സോറി. ഓക്കെ മക്കളെ, ഈ കാര്യം മനസ്സിലായോ? സോ സിമ്പിൾ. ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത എക്സ്പ്രഷൻ ഇടാം. അടുത്ത എക്സ്പ്രഷൻ എന്താണ്? നമ്മുടെ അടുത്ത എക്സ്പ്രഷൻ ആണ് സെൽഫ് ഇൻഡക്റ്റൻസിനെ എന്ത് ചെയ്യണം? ഉണ്ടാക്കിയെടുക്കണം, ഡിറൈവ് ചെയ്യണം. സെൽഫ് ഇൻഡക്റ്റൻസ് അതായത് എല്ലിനെ ഉണ്ടാക്കിയെടുക്കണം. സോ സിമ്പിൾ. നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഓൾറെഡി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവിടെ ഒരൊറ്റ കോയിലേ ഉള്ളൂ. അതിലൂടെ ഞാൻ ഐ എന്ന കറണ്ടിനെ കൊടുത്തയക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടും ഇവിടെയാണെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഈ മാഗ്നറ്റിക് ഫീൽഡാണ് ബി. ബിൻ്റെ വാല്യൂ എത്രയാണ്? നിങ്ങൾ പറയും സാർ മ്യൂ സീറോ എൻ ഐ ആണ്. അല്ലെങ്കിൽ പറയാം, ഇങ്ങനെയും പറയാം, മ്യൂ സീറോ ക്യാപിറ്റൽ എൻ ഐ ഡിവൈഡ് ബൈ എൽ ആണ്. എൽ എന്താണ്? ഇതിൻ്റെ ലെങ്ത് ആണ്. ഓക്കെ മക്കളെ, സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ. ഇനിയാണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ആരെ കട്ട് ചെയ്യും? നമ്മുടെ ആണെങ്കിൽ ഇവിടെ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. അതുകൊണ്ട് ആരെ കട്ട് ചെയ്യും? ഈ കോയിലിനെ തന്നെ കട്ട് ചെയ്യും. അതിൻ്റെ ഫലമായി ഫ്ലെക്സ് ഉണ്ടാവും. 5 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും മക്കളെ? 5 വിച്ച് ഈസ് ഈക്വൽ ടു എൻ ബി എ ആയിരിക്കും. 5 വിച്ച് ഈസ് ഈക്വൽ ടു എൻ ബി എ ആയിരിക്കും. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? നമ്മൾ ഇനിയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ആരെ കണ്ടുപിടിക്കാൻ പോവാണ്? സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ പോവാണ്. നോക്കടാ, സിമ്പിൾ കാര്യം. ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് ഇങ്ങനെ പറയാൻ കഴിയും. ഇത് എഴുതിയാൽ അത്രയും ഭംഗി. ഇത് എഴുതി അത്രയും കാര്യം നമുക്ക് മനസ്സിലായെന്നാണ്. ഡിറൈവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഞാൻ എന്തായാലും എഴുതി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെൽഫ് ഇൻഡക്ഷനെ കണ്ടുപിടിക്കാൻ പോവാണ്. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താടാ? ഫൈ വിച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു ഐ. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ്. ഇനി ഫൈ വിച്ച് ഈസ് ഈക്വൽ നമുക്ക് അറിയാം. അടുത്ത ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? എന്താണ്? ഫൈ വിച്ച് ഈസ് ഈക്വൽ ടു എൻ ബി എ എന്നറിയാം. സോ ഫൈ വിച്ച് ഈസ് ഈക്വൽ ടു, ഇതൊരു ഇക്വേഷൻ ആണ്. അടുത്ത സെക്ഷനിലേക്ക് വരാൻ പോവാണ്. സോ ഈ ഇക്വേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷനിലേക്ക് വരാൻ പോവാണ്. സോ എൻ ഞാൻ അതുപോലെ എഴുതി. ബിക്ക് പകരം പറഞ്ഞു. ബിക്ക് പകരം എന്ത് പറയാമടാ? ഇത്രയും കാര്യം പറയാം. ശരിയാണോ? ബി വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം മ്യൂ സീറോ എൻ ഐ ഡിവൈഡ് ബൈ എൽ എന്ന് പറയാം. ഇനി ആരുണ്ട്? ഏരിയ. ഇക്വേഷൻ നമ്പർ 2. സോ രണ്ടിടത്തും 5 തന്നെയാണ്. സോ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 വിച്ച് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2 അല്ലേടാ? അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? RHSനെ കമ്പയർ ചെയ്യാം. സോ എൽ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് ഈക്വൽ ആണ്? നിങ്ങൾ പറയും സാർ മ്യൂ സീറോ. ഇവിടെ 2 n ഉണ്ട്. സോ എൻ സ്ക്വയർ. ഏരിയ ഉണ്ട്, ഐ ഉണ്ട്, ഡിവൈഡ് ബൈ എൽ. മക്കളെ ഇവിടെയാണെങ്കിൽ നമുക്ക് ഐയെയും ക്യാൻസൽ ചെയ്ത് കൂടെ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എൽ വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ എൻ സ്ക്വയർ എ ഡിവൈഡ് ബൈ എൽ എന്ന് കിട്ടും. സോ സിമ്പിൾ. നമ്മൾ ആരെ കണ്ടെത്തി? സെൽഫ് ഇൻഡക്റ്റൻസിന്റെ എക്സ്പ്രഷൻ കണ്ടെത്തി. സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ. ഇതിനേക്കാൾ സിമ്പിൾ ഉണ്ടോ? ഇല്ല. ശരി, ഇനി നോക്കണം. ഇനിയാണെങ്കിൽ നമുക്കിത് മോഡിഫൈ ചെയ്യാം. എങ്ങനെ മോഡിഫൈ ചെയ്യാം? നമുക്ക് താഴെയും മുകളിലും ഒരു ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. മോഡിഫിക്കേഷൻ. ഇക്വേഷനെ ആണെങ്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്ത് ചെയ്യണം? മോഡിഫൈ ചെയ്യണം. മക്കളെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ വിശദമായിട്ട്, അതായത് ഇൻസിആർ ടെക്സ്റ്റിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടോ അത്രയും ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മുടെ ആപ്പിലാണെങ്കിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിലാണെങ്കിൽ, നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലാണെങ്കിൽ നമ്പർ കാണും. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ആപ്പിൽ ടെല്ല ക്ലാസ്സസ് എന്ന് പറഞ്ഞ ആപ്പ് ആണെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും, ആപ്പ് സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അതിനുശേഷമാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് CBSE Pro എന്നോ അല്ലെങ്കിൽ +1 എന്നോ +1 +2 ക്ലാസ്സസ് ഉണ്ട്. അവിടെ കയറുക, കോഴ്സസ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇതെല്ലാം ഈ പറയുന്ന എല്ലാം ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട്, ഏറ്റവും സിമ്പിളായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് എത്തിക്കാൻ കഴിയും. ഓക്കെ, ശരി, നമുക്ക് അധികം സമയം കളയണ്ട, മുന്നോട്ട് പോകാം. ഇവിടെ മോഡിഫിക്കേഷൻ എന്താണ്? ഞാൻ മുകളിലും താഴെയും ഒരു ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോൾ എന്ത് കിട്ടും? ഇവിടെയാണ് ഇങ്ങനെ കിട്ടും. എൽ വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ എൻ സ്ക്വയർ എ. മുകളിലൊരു എല്ല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, താഴെ ഒരു എല്ല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം എൽ സ്ക്വയർ എന്ന് വന്നു. സോ അതായത് നമുക്ക് ഇങ്ങനെ കിട്ടി മ്യൂ സീറോ. ഇവിടെ എൻ ഡിവൈഡ് ബൈ എൽ. മക്കളെ എൻ ബൈ എൽ എന്താടാ? സ്മോൾ എൻ ആണ്. സോ സ്ക്വയർ എടുക്കുമ്പോൾ എൻ സ്ക്വയർ എന്ന് പറയും. ഇനി ഏരിയ ഇൻറ്റു ലെങ്ത്, അതെന്താണ്? വോളിയം ആണ്.
വോളിയം. സോ ഏരിയ ഇൻറ്റു ലെങ്തിന് പകരം നമുക്ക് എന്ത് പറയാം? വോളിയം എന്ന് പറയാം. ഓക്കെ ആണോ? സോ നമുക്ക് ഇങ്ങനെയും ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പൈ ആർ സ്ക്വയർ ആണ്. ഏരിയ എന്താണ്? പൈ ആർ സ്ക്വയർ ആണ്. സോ ക്വസ്റ്റ്യനിൽ തരുന്ന വാല്യൂസ് അനുസരിച്ച് നമുക്ക് ഇക്വേഷനെ മോഡിഫൈ ചെയ്യാനും അറിഞ്ഞിരിക്കണം. ഓക്കെ ആണോ? ഇനി നിങ്ങൾ നോക്കണം, ഇവിടെ ഒന്നും ആരില്ല, കറണ്ട് ഇല്ല. ഇക്വേഷൻ കറണ്ട് ഉണ്ടോടാ? ഇല്ല. അതായത് കറണ്ടിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ചോ കുറയുന്നതനുസരിച്ചോ ആർക്ക് മാറ്റം ഉണ്ടാവുകയില്ല? കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസിനോ മ്യൂച്വൽ ഇൻഡക്റ്റൻസിനോ മാറ്റം ഉണ്ടാവുകയില്ല. സോ കറണ്ട് കൂടിയാലോ കുറഞ്ഞാലോ വോൾട്ടേജ് കൂടിയാലോ കുറഞ്ഞാലോ ആർക്ക് മാറ്റം ഉണ്ടാവുകയില്ല? സെൽഫ് ഇൻഡക്റ്റൻസിന് മാറ്റം ഉണ്ടാവുകയില്ല. ഓക്കെ ആണോ? പിന്നെ സെൽഫ് ഇൻഡക്റ്റൻസ് എങ്ങനെയാണ് മാറുന്നത്? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സെൽഫ് ഇൻഡക്റ്റൻസ്. നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ കഴിഞ്ഞ് മാറ്റി എഴുതാം. എൽ വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ എൻ സ്ക്വയർ എ ഡിവൈഡ് ബൈ എൽ. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഇവിടെയാണെങ്കിൽ ഒരു കോയിലുണ്ട്, ഈ കോയിലിനകത്ത് എയർ ആണ്, അതുകൊണ്ടാണ് ഇക്വേഷൻ ഇങ്ങനെ വരുന്നത്. പക്ഷെ കോയിലിനകത്താണെങ്കിൽ ഒരു സോഫ്റ്റ് അയൺ കോർ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് മ്യൂ സീറോയ്ക്ക് പകരം എന്ത് പറയണമായിരുന്നു? മ്യൂ എന്ന് പറയേണ്ടി വന്നേനെ. മ്യൂ സീറോയ്ക്ക് പകരം മ്യൂ എന്ന് പറഞ്ഞു വന്നേനെ. ഓക്കെ ആണോ? സോ മ്യൂ എന്ന് പറയേണ്ടി വന്നേനെ. അപ്പം മ്യൂ എന്താണ്? മ്യൂ എന്ന് പറഞ്ഞാൽ മ്യൂ സീറോ മ്യൂ ആർ ആണ്. So if there is a soft iron core inside the solenoid, then the self inductance which is equal to mu 0 mu r ഇനി എന്തുണ്ട്? n സ്ക്വയർ a ഡിവൈഡ് ബൈ l എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇത് നോക്ക്, നമ്പർ ഓഫ് ടേൺസ് കൂടുന്നതനുസരിച്ച് ആര് കൂടിക്കൊണ്ടിരിക്കും? സെൽഫ് ഇൻഡക്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും. ഏരിയ കൂടുന്നതനുസരിച്ച് ആര് കൂടിക്കൊണ്ടിരിക്കും? സെൽഫ് ഇൻഡക്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ നീളം കൂടുന്നതനുസരിച്ച് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കും. കണ്ടോ, ലെങ്ത് കൂടുന്നതനുസരിച്ച് സെൽഫ് ഇൻഡക്റ്റൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ നേച്ചർ ഓഫ് മെറ്റീരിയൽ, ഇതിനകത്താണെങ്കിൽ നമ്മൾ സോഫ്റ്റ് അയൺ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന് റിലേറ്റീവ് പെർമിയബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് ഉയർത്താൻ കഴിയും. ഈ കാര്യം മനസ്സിലായോ? സോ സിമ്പിൾ. സോ നമുക്ക് മനസ്സിലായി എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്നും എങ്ങനെയാണ് സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻസ് എഴുതുന്നതെന്നും മനസ്സിലായി. ഇനി അടുത്തൊരു ഭാഗമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് അടുത്ത ഭാഗമാണ്, അടുത്ത സെക്ഷൻ നമ്മൾ പഠിക്കുന്നതാണ്. ഇതിനകത്ത് എങ്ങനെയാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത് അതിനെപ്പറ്റി നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യും. സോ ഈ വീഡിയോയിൽ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.